16ാമത്തെ ഓവറിലെ അവസാനത്തെ പന്ത് ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി അർഷദ് ഖാൻ പന്തെറിയുന്നു. വിരാട് കോഹ്ലി മിന്നും ഫോമിൽ നിൽക്കുന്നു. അർഷദ് എറിഞ്ഞ പന്ത് കോഹ്ലി മിഡ് ഓഫിലൂടെ ചിപ്പ് ചെയ്യുന്നു. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റനായ ശുഭ്മൻ ഗില്ലിന്റെ നേർക്കായിരുന്നു ആ പന്ത് വന്നത്. ഗില്ല് വിരാട് കോഹ്ലി അടിച്ച ആ പന്തിന് മേൽ നോട്ടമിട്ടുകൊണ്ടേയിരുന്നു. മുന്നേക്ക് ഡൈവ് ചെയ്തു. ക്യാച്ച് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം. ക്യാച്ച് കംപ്ലീറ്റ് ചെയ്തു. ആഘോഷിക്കുന്നു ഗുജറാത്ത് ടൈറ്റൻസ്. പക്ഷേ അത് ജയത്തിനരികിലായതുകൊണ്ടല്ല, വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഒന്നാകെ സന്തോഷിച്ചു. മത്സരം കൈവിട്ട് പോയെങ്കിൽ പോലും കിങ്ങിൻ്റെ വിക്കറ്റ് കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ്. വിരാട് കോഹ്ലിക്ക് ആ ക്യാച്ച് എടുത്തപ്പോൾ തന്നെ ഡൗട്ട് തോന്നി. ആ പന്ത് ഗ്രൗണ്ടിൽ തൊട്ടില്ലേ? അമ്പയറായ നിതിൻ മേനോനോട് വിരാട് കോഹ്ലി സംസാരിക്കുന്നു. എന്നാൽ നിതിൻ മേനോൻ അനങ്ങുന്നില്ല. വിരാട് കോഹ്ലിയോട് ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തന്നെ നിർദ്ദേശിച്ചു. പക്ഷേ വിരാട് അനങ്ങിയില്ല. തേർഡ് അമ്പയറിലേക്ക് ഡിസിഷൻ പോകണം എന്ന് നിതിൻ മേനോനോട് വിരാട് കോഹ്ലി ആവശ്യപ്പെടുകയും ചെയ്തു. ശുഭ്മൻ ഗിൽ അമ്പയറായ നിതിൻ മേനോൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്താണ് പ്രശ്നം, ക്യാച്ച് കംപ്ലീറ്റ് ചെയ്തതല്ലേ എന്നത്. അങ്ങനെ നിതിൻ മേനോനും അനന്ത പത്മനാഭനും കൂടി സംസാരിക്കുന്നു. തേർഡ് അമ്പയറിലേക്ക് ഡിസിഷൻ പോകാൻ തീരുമാനമെടുക്കുന്നു. വിരാട് കോഹ്ലി ഗ്രൗണ്ടിൽ നിൽക്കുന്നു. ആനിമേറ്റഡായി വിരാട്ടും ശുഭ്മൻ ഗില്ലും സംസാരിക്കുന്നു. തേർഡ് അമ്പയറിലേക്ക് ഡിസിഷൻ പോകുമ്പോഴേക്കും DRS റിവ്യൂ. എല്ലാ കണ്ണുകളും TV സ്ക്രീനിലേക്ക്. റീപ്ലേ വന്നു തുടങ്ങി. പന്ത് ശുഭ്മൻ ഗില്ലിൻ്റെ കൈകളിലെത്തുന്ന ഫ്രെയിമിലേക്ക് കാര്യങ്ങൾ വന്നു. എന്നാൽ ക്യാച്ച് കംപ്ലീറ്റ് ചെയ്യുന്നിടത്ത് ഒരു ചെറിയ പ്രശ്നം. പന്തിൻ്റെ രണ്ട് സൈഡിലും വിരലുണ്ട്. എന്നാൽ പന്തിൻ്റെ അടിയിൽ വിരലുകൾ കാണുന്നില്ല. പന്ത് ഗ്രൗണ്ടിൽ തൊടുന്നത് പോലുള്ള വിഷ്വൽ തേർഡ് അമ്പയറിന് കിട്ടി. തേർഡ് അമ്പയർ റോക്ക് ആൻഡ് റോൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പതുക്കെ സ്ലോ മോഷനിൽ പന്ത് ഗ്രൗണ്ടിൽ വീഴുന്ന കാഴ്ച വിരാട് കോഹ്ലിക്ക് കാണാൻ കഴിഞ്ഞു. സന്തോഷം കൊണ്ട് തേർഡ് അമ്പയറിന്റെ ഡിസിഷൻ വരുന്നതിന് മുന്നേ തന്നെ വിരാട് കോഹ്ലി എയറിൽ തൻ്റെ കൈ പമ്പ് ചെയ്തു. താൻ ഔട്ടായില്ല എന്നുള്ള സന്തോഷം വിരാട് കോഹ്ലിക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് RCBക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് വെറും 11 റൺസ് മാത്രമാണ്. അതായത് 24 പന്തിൽ 11 റൺസ് മതി. RCB എന്ത് വന്നാലും ജയിക്കും. പക്ഷേ വിരാട് കോഹ്ലിക്ക് തന്നെ ആ മത്സരം ജയിപ്പിക്കണമെന്ന ആഗ്രഹം തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇത്രയും കളിച്ചെടുക്കാൻ അറിയാമെങ്കിൽ അവസാനത്തെ പന്ത് 6 അടിച്ച് ജയിപ്പിക്കാനും എനിക്കറിയാമെന്നതായിരുന്നു വിരാട്ടിന് അപ്പോഴുള്ളിലുണ്ടായിരുന്ന കാര്യം. പിന്നെ വിരാട് കോഹ്ലി അറിയാലോ, ഈഗോ തൊട്ട് കളിച്ച അയാൾ വിടില്ല. അത് എത്ര വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. അമ്പയർ നിതിൻ മേനോൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടതും ശുഭ്മൻ ഗിൽ അത് കംപ്ലീറ്റ് ക്യാച്ചാണെന്ന് വാദിച്ച ഈഗോയും വിരാട് കോഹ്ലിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കളി തീർക്കാൻ പോകുന്ന നിമിഷത്തിൽ വിരാട് കോഹ്ലിയുടെ RCBക്ക് ജയിക്കാൻ വെറും 5 റൺസ് മാത്രം ബാക്കിയുള്ളപ്പോൾ ലോങ് ഓണിലൂടെ ഒരു ബൗണ്ടറി അടിക്കുന്നു. RCBക്ക് 13 പന്തിൽ നിന്നും ജയിക്കാൻ 1 റൺസ് മാത്രം ബാക്കി. എന്നാൽ 1 റൺ എടുത്ത് സിംഗിൾ അടിക്കുമോ? ആര്? വിരാട് കോഹ്ലിയോ? ലോങ് ഓണിലൂടെ ഉയർത്തി അടിക്കുന്നു ഒരു 6. RCB 2 ഓവറിന് മത്സരം ജയിക്കുന്നു. വിരാട് കോഹ്ലിയുടെ ഈഗോ സാറ്റിസ്ഫൈഡായി മാറുന്നു. അങ്ങനെ ആനിമേറ്റഡായി നിൽക്കുന്ന 2 പേരെ കണ്ടു, കിങ് കോഹ്ലിയും പ്രിൻസ് ഗില്ലും. അതുതന്നെയായിരുന്നു IPL ഫൈനലിലെ അവസാനത്തെ നിമിഷത്തെ ഏറ്റവും സുപ്രധാനമായ മൊമെൻ്റായിട്ടും വായിക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ വിരാട് കോഹ്ലിയുടെ ക്യാച്ച് കൊണ്ട് വലിയ മാജിക് ഒന്നും GTക്ക് സംഭവിക്കാൻ പോകുന്നില്ല, കാരണം ദ ഡാമേജ് വാസ് ഓൾറെഡി ഡൺ. പക്ഷേ കിങ് കോഹ്ലിയുടെ വിക്കറ്റ് കിട്ടിയെന്നുള്ള ആശ്വാസത്തിലായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ് നിന്നിരുന്നതും. ക്യാപ്റ്റനായ ശുഭ്മൻ ഗില്ലിന് എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അതുമായിരുന്നു. പക്ഷേ 75 റൺസാണ് വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. അതും 75 നോട്ട് ഔട്ടായിട്ട് നിന്നു ഫോർ 42 ബോൾസ് വിത്ത് 9 4s and 3 6s. എന്തായാലും 156 എന്ന ടോട്ടൽ 18 ഓവറുകളിൽ നിന്നും RCB പൂർത്തിയാക്കിയപ്പോൾ ഫൈനൽ ഒരു സിംഗിൾ സൈഡ് ഗെയിമായിട്ട് മാറുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.